വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം കുളിരണിഞ്ഞു. വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം കുളിരണിഞ്ഞു. പുണ്യമേ നീ എന്നുമെൻ മനക്കണ്ണിലെ കണ്ണനല്ലേ. പുണ്യമേ നീ എന്നുമെൻ മനക്കണ്ണിലെ കണ്ണനല്ലേ. വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം കുളിരണിഞ്ഞു. ചെറുചാറ്റൽ മഴയുടെ പ്രണയക്കുളിരിൽ നിറമിഴിയാൽ നീ പുണർന്ന നേരം. ചെറുചാറ്റൽ മഴയുടെ പ്രണയക്കുളിരിൽ നിറമിഴിയാൽ നീ പുണർന്ന നേരം. മനവേഴാമ്പൽ കൊതിച്ചുപോയി. നിന്നുള്ളിൽ പെയ്യും പെരുമഴ തുള്ളിക്കായി മനവേഴാമ്പൽ കൊതിച്ചുപോയി. വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം കുളിരണിഞ്ഞു. പുണ്യമേ നീ എന്നുമെൻ മനക്കണ്ണിലെ കണ്ണനല്ലേ. വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം കുളിരണിഞ്ഞു. മാരുതൻ തേരിൽ പ്രണയവസന്തം ഇലഞ്ഞിപ്പൂമണം വിതറുമ്പോൾ. മാരുതൻ തേരിൽ പ്രണയവസന്തം ഇലഞ്ഞിപ്പൂമണം വിതറുമ്പോൾ. മാത്രമല്ലോ എന്നിഷ്ടരാഗം നീയാണോ മലേ, ഓർമ്മയിലീ മുഖം മാത്രമല്ലോ. വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം കുളിരണിഞ്ഞു. വെറുമൊരു നിൻ പുഞ്ചിരി മമ ഹൃദയം
കുളിരണിഞ്ഞു തപപുണ്യമേ നീ എന്നുമെൻ മനക്കണ്ണിലെ കണ്ണനല്ലേ. തപപുണ്യമേ നീ എന്നുമെൻ മനക്കണ്ണിലെ കണ്ണനല്ലേ. വെറുമൊരു നിൻ പുഞ്ചിരിയിൽ മമ ഹൃദയം കുളിരണിഞ്ഞു. ആ ഹലോ, ആ ചേട്ടാ. രവതി, ഇവിടെ ആകെ പ്രശ്നമാണ്. എന്താ ചേട്ടാ പ്രശ്നം? നിനക്കറിയാലോ, കോവിഡ്. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ആകെ പ്രശ്നമാണ്. ഇവിടെ നിന്നാൽ അപകടമാകും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ലോങ് ലീവിൽ വരാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്ക്. കഴിവതും നാളെ മറ്റന്നാളും വരാൻ ശ്രമിക്കാം. ശരി ഏട്ടാ, അതാ നല്ലത്. ഹലോ. ഞാൻ എയർപോർട്ടിലെത്തി. ഉടനെ വീട്ടിൽ വരും. നീ ഗേറ്റ് തുറന്നിട്ടേക്കണം. അതുപോലെ എനിക്ക് താമസിക്കാനുള്ള മുകളിലത്തെ മുറിയും ശരിയാക്കിയിട്ടേക്കണം. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ചേട്ടൻ നേരെ വന്ന് മുകളിലെ മുറിയിലേക്ക് പോയാൽ മാത്രം മതി. ശരി. മക്കളെന്തേ? അവരച്ഛനും കാത്തിരിക്കുക. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരരുതെന്ന് അവരുടെ പ്രത്യേകം പറയണം. 14 ദിവസം എനിക്ക് ക്വാറന്റൈനിൽ ഇരിക്കാനുള്ളതാണ്. അതൊക്കെ അവർക്കറിയാം. ചേട്ടൻ വാ. ശരിയടി. ചേട്ടാ. അതെ, ഞാൻ ഭക്ഷണം കഴിച്ചതാ. ശരി ഏട്ടാ. മക്കളെ, നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ. രാവിലെ സംസാരിക്കാം. മോനെ, റൂമെല്ലാം ശരിയല്ലേ? ശരി. ശരി. കാർത്തിക്, കാർത്തിക്, രേവതി, 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 രേവതി. എന്താ, എല്ലാവരും ചേട്ടൻ വന്നതറിഞ്ഞ് വന്നതാണോ? അതെ, ഇന്നലെ രാത്രി വന്നു എന്നറിഞ്ഞു. അതുകൊണ്ട് വന്നതാ. പെട്ടെന്നുള്ള ലീവായതുകൊണ്ട് ആരോടും അറിയിക്കാൻ പറ്റിയില്ല. അതെ, ഒരു കാര്യം പറയാം. ഇവിടെ താമസിക്കാൻ പറ്റില്ല. അതെന്താ രാഘവ? കൊറോണയുള്ളവർ താമസിച്ചാൽ ഞങ്ങൾക്കും അസുഖം പിടിക്കും. അതിനാരാ പറഞ്ഞ് ചേട്ടന് കോവിഡാന്ന്? രാഘവനല്ലേ? എന്താ രേവതി അവിടെ പ്രശ്നം? അസുഖമായതുകൊണ്ട് താമസിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. രാഘവ, എനിക്കൊരു അസുഖമില്ല. സർക്കാരിന്റെ തീരുമാനപ്രകാരം 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം. അത്രേ ഉള്ളൂ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അഭിപ്രായമാണ് രാഘവേട്ടൻ്റെ അഭിപ്രായവും. ശരി രാഘവ,
നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കുന്നില്ല. ഞങ്ങൾ പൊയ്ക്കോളാം. രേവതി, നീ അകത്തേക്ക് വാ. ദേ വരുന്നു. അളിയ, ഞാൻ കാർത്തിക്കാണ്. ഹാ, എപ്പോ എത്തി? ഇന്നലെ രാത്രി വന്നു. പക്ഷേ അയൽവാസികളോട് താമസിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം താമസിക്കാൻ സൗകര്യം ഒരുക്കി തരാം. അളിയാ, ഞാനിപ്പോ എന്തു പറയാനാ, കാര്യം ബംഗ്ലാവൊക്കെയാണ്. പക്ഷെ സൗകര്യം കുറച്ച് കുറവാണ്. ആവശ്യത്തിന് ഒരുത്തിനെയും കിട്ടൂല. എടാ അനിയ, ഞാൻ കുടുംബം അങ്ങോട്ട് വരട്ടെ. എന്തു പറ്റി? ഇവിടെ താമസിക്കാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. കാര്യമൊക്കെ ശരിയാ, ചേട്ടൻ എന്നെ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. രേവതി, നീ അത്യാവശ്യ സാധനങ്ങളൊക്കെ കാറിലെടുത്ത് കയറ്റ്. മോനോട് പറ സഹായിക്കാൻ. ശരി ചേട്ടപ്പം നമ്മൾ എങ്ങോട്ട് പോവാന്നാ പറയുന്നത്? പറയുന്നത് കേക്ക് നീ. അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ കാണുന്നില്ലേ? മമ്മി, നമ്മൾ എങ്ങോട്ട് പോകാനാണ്? അവർ പോയി പണി നോക്കട്ടെ. അതെ, നീ ഡാഡിയോട് എന്നെ ചോദിക്ക്. നാ. ഹലോ ഡാഡി. കൃഷ്ണ കൃഷ്ണ കാർമുകിൽ വന്ന
എന്താണ്? ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാരാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ രാഘവേട്ടൻ്റെ മോൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയെത്തിയത്. അവൻ്റെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ചേർന്നാണ് ഞങ്ങളെ ഇറക്കി വിട്ടത്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? അതിനുള്ള പരിഹാരവുമായാണ് ഞങ്ങൾ വന്നത്. സാറിന് അവിടെ താമസിക്കണോ? ഞങ്ങൾ സഹായിക്കാം. ഏയ്, അത് വേണ്ട. അവരോടൊന്നും വഴക്കിട്ട് എനിക്ക് ശീലമില്ല. എൻ്റെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമുക്കിവരെ അങ്ങോട്ട് കൊണ്ടുപോകാം. എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും സാർ. എന്താ മോൻ അവർ പറയുന്നത്? നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം ശരിയാക്കിയതാണ്. അവരാരാ? സന്നദ്ധ സംഘടന പ്രവർത്തകരാണ്. ഓ, ദൈവം കാത്തു. നമസ്കാരം സാർ. ആ ആ എന്താ മെമ്പറെ? ആ കാർത്തികിൻ്റെ വീട് വരെ ഒന്ന് പോയതാ. കാർത്തികിൻ്റെ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞയച്ചു. ആ രാഘവനും കൂട്ടാളികളും. ആ, ഞാൻ അറിഞ്ഞു. അടുത്ത തിങ്കളാഴ്ച എല്ലാവരോടും പഞ്ചായത്തിലോട്ട് വരാൻ പറയണം. പിന്നെ ഈ വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കണം. ശരി സാർ. ആ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്താ മെമ്പറെ? അടുത്ത തിങ്കളാഴ്ച പഞ്ചായത്തിലേക്കൊന്ന് വരണം. ആ എന്താ മെമ്പറെ, ആടോ കോഴിയെ കൊടുക്കുന്നുണ്ടോ? ഏയ്, ആടിനെയും കോഴിയും മാത്രമല്ല, ഒരു ആനേനെയും തരുന്നുണ്ട്. എന്താ വേണോ? ഓ, ഈ മെമ്പറുടെ ഒരു കാര്യം. ഞാൻ വന്നേക്കാം. മറക്കണ്ട, വരണം. ഇല്ലെങ്കിൽ കേസ് വേറെയാ. ഞാൻ വന്നോളാം മെമ്പറെ. ആ, ശരി വാ. ശരി. ആരാ? അച്ഛനെന്തേ? അച്ഛാ. ഞങ്ങൾ ഹെൽത്ത് സാറേ? ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി. നിങ്ങൾ എത്ര പേരാണ് ഇവിടെ താമസിക്കുന്നത്? ഞാനും ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ. ഭാര്യ ജോലിക്ക് പോയി. മോളിങ്ങോട്ട് വാ. അങ്ങോട്ട് ചെല്ലും മോളെ. ഓക്കെ. അപ്പോൾ സാർ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല? കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഓക്കെ ഓക്കെ. ഓ, സാറേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. ശരി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ശരി സാർ. യാമിനി, ആ, വാടക ഇതുവരെ കിട്ടിയില്ല. ചേട്ടാ, കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരെല്ലാം മാസ്ക് വെച്ചേ നടക്കൂ. അതുകൊണ്ട് ഫേഷ്യലും വേണ്ട, ത്രെഡിങ്ങും വേണ്ട. ഞാനിവിടെ ചുമ്മാതിരിക്കുക. വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോപ്പ് പൂട്ടിയാലോ എന്ന് ആലോചിക്കുക. വാടകയുടെ പേരിൽ നീ കട പൂട്ടൊന്നും വേണ്ട.
കയ്യിൽ കിട്ടുമ്പോൾ തന്നാൽ മതി. എനിക്ക് ഇതിനെ വിശ്വാസം. ശരി, ആയിക്കോട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥന. അതിനായി നമുക്കെല്ലാവർക്കും അല്പനേരം എഴുന്നേറ്റ് നിൽക്കാം. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീ ജോൺ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ സുധാകരൻ സാറിനെ എൻ്റെ പേരിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആഭ്യന്തരമന്ത്രി ശ്രീ കുമാരൻ സാറ്, ആരോഗ്യമന്ത്രി ശ്രീ ലേഖ ടീച്ചർ, കളക്ടർ മാത്യു സാർ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ചെയർമാൻ എബ്രഹാം സാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ, നല്ലവരായ നമ്മുടെ നാട്ടുകാർ, എല്ലാവരെയും പഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോകമെമ്പാടും COVID-19 എന്ന മഹാമാരി നമ്മളെ ആകെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം. പ്രളയം വന്നപ്പോഴും നിപ്പ വൈറസ്, ഓക്കി ദുരന്തവും ഇതെല്ലാം നമ്മൾ ഒന്നായി നിന്നുകൊണ്ടാണ് പോരാടിയിട്ടുള്ളത്. അതുപോലെ ഈ മഹാമാരിയെയും നമ്മൾ അതിജീവിക്കണം. അതിനെല്ലാവരുടെയും സഹായം ഈ അവസരത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ മഹാമാരിയെ അതിജീവിക്കാനാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശ്രമിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായം വളരെ അത്യാവശ്യമാണ്. നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആരോഗ്യപ്രവർത്തകരും നിയമപാലകരും അഹോരാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ മഹാമാരിയെ ചെറുത്തു നിർത്താൻ സാധിച്ചത്. എങ്കിലും കൊറോണ വൈറസിന്റെ രൂപമാറ്റത്തിൽ നാം ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പരം തെറ്റിദ്ധാരണകൾ വരുത്തുന്ന യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. മാസ്ക് വെച്ചും അകലം പാലിച്ചും ശുചിത്വം ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈ അവസരത്തിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ആരെയും ഉപദ്രവിക്കരുത്. സർക്കാർ വേണ്ട സമയത്ത് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ നടന്നു വരികയാണ്. അതുകൊണ്ട് മനുഷ്യാവകാശ സംഘടന പരമാവധി ജനങ്ങളെ സഹായിക്കാനും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെപ്പോഴും തയ്യാറുമാണ്. കാർത്തിക്കിൻ്റെ കുടുംബത്തിനുണ്ടായ സംഭവം തന്നെ ഞങ്ങളുടെ സംഘടനയാണ് യഥാസമയം സംരക്ഷിച്ചത്. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൻ്റെ വിളക്കായി മാറണം. നാം ഓരോരുത്തരും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ മഹാമാരിയെ തടയുവാൻ സാധിക്കും. ഞങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമല്ല, നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ വേണം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. നമ്മുടെ മന്ത്രിസഭ എടുത്ത തീരുമാനം വീടുകൾ തോറും കയറി ഇറങ്ങി ആരോഗ്യനില പരിശോധിക്കാനുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. എവിടെ പോയാലും സാനിറ്റൈസറും മാസ്കും നിർബന്ധമായും കയ്യിൽ കരുതണം. വാക്സിനേഷൻ എടുക്കുന്നതുവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. COVID-19 വൈറസിന് ജനിതകമാറ്റം സംഭവിക്കുന്നതുകൊണ്ട് വാക്സിൻ എടുത്തവരും നേരത്തെ തുടർന്നു പോകുന്ന സുരക്ഷിതത്വ മാർഗം സ്വീകരിക്കണം. ഇന്നിവിടെ ഇങ്ങനെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടാൻ കാരണം ഒരു പാവം പ്രവാസിയെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവരുടെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ അറിവുകേടാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്ക് കാരണം. ഈ വിഷയം മറ്റു പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനാണ് ചെറിയൊരു സംഭവം നടന്നപ്പോൾ തന്നെ
അധികാരപ്പെട്ട മന്ത്രിമാർ, MLA മാർ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പ്രവാസി നമ്മുടെ ആത്മാവാണ്. അവർ വിദേശത്ത് പോയി 10 രൂപ സമ്പാദിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം പോലും ഇപ്പോൾ നിലനിൽക്കുന്നത്. മറക്കരുത്. അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. പ്രവാസി ആരുമായിക്കൊള്ളട്ടെ, അവർ സഹായിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഒരു പ്രതിജ്ഞയെടുത്ത് നമുക്ക് മടങ്ങാം. എല്ലാവരും എഴുന്നേൽക്കണം. ദൈവനാമത്തിൽ ഇന്നു മുതൽ COVID-19 എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ സാമൂഹ്യ അകലം പാലിച്ചും ശുചിത്വം പാലിച്ചും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും നിലകൊള്ളുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ശരി, നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഈ വൈകിയ വേളയിലും നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ജനങ്ങൾ സാമ്പത്തികപരമായും ആരോഗ്യപരമായും വളരെയധികം വിഷമത്തിലാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കടമ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ജനങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാർ, ജനങ്ങളാകെ പരിഭ്രാന്തരാണ്. എങ്കിലും അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും സഹായവും ഞങ്ങൾ നൽകുന്നുണ്ട്. കുറച്ചുനാൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥരും വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സർ, ജനങ്ങൾക്ക് ബാങ്ക് ലോണിൻ്റെ തിരിച്ചടവിനുള്ള സാവകാശം കൊടുക്കണം. അതിനുള്ള നടപടി ഉണ്ടാകണം. അതിൻ്റെ കാര്യം ആലോചിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയാം. സാർ, എത്രയും പെട്ടെന്ന് വാക്സിൻ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണം. തീർച്ചയായും. സർ, എല്ലാ വീടുകളിലും പരിശോധന ശക്തമാക്കണം. പക്ഷേ ഉദ്യോഗസ്ഥരുടെ കുറവ് വിഷമമുണ്ടാക്കുന്നു. ഉടനെ വേണ്ടത് ചെയ്യാം. എല്ലാ കേന്ദ്രങ്ങളിലേക്കും സർക്കുലർ നാളെ തന്നെ അയക്കാം. അടുത്ത ആഴ്ച തന്നെ എല്ലാ വിവരങ്ങളെയും സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും. എവിടെ പോകുന്നു? ഞാൻ ട്യൂഷന് പോയതാ. വരുന്നോ? ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ല, ചേട്ടൻ വരും. എന്നാ ശരി. വാ മോളെ, കയറി. മോളെ, നീ ആ സീറ്റ് ബെൽറ്റ് ഒന്നിട്ടേക്ക്. ദാ ചായ. അയ്യോ, അമ്മേ, അയ്യോ, അമ്മേ, അയ്യോ, അയ്യോ, അമ്മേ, അയ്യോ, കാർത്തിയാനി, ഏട്ടാ, ഏട്ടാ, എന്താ കാർത്തിയാനി. പറ്റി ഏട്ടാ? അയ്യോ, 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 അമ്മേ, ഏട്ടാ, എന്താ പറ്റി? അച്ഛാ, എന്താ പറ്റി? അച്ഛാ, അയ്യോ, എന്താണ് അച്ഛാ? അയ്യോ, അച്ഛാ,
ആരെങ്കിലും ഓടി വരണേ. അയ്യോ അമ്മേ. എന്താ രേവതി അവിടെ അയ്യോ അയ്യോ ആർക്കറിയാം? അച്ഛാ എനിക്ക് ആരെങ്കിലും ഒന്ന് വരണേ ആരെങ്കിലും ഒന്ന് അയ്യോ, വാ. അച്ഛാ നമ്മൾ ഓടിക്കുന്ന അയാളല്ലേ വാശി. അയ്യോ ആരെങ്കിലും ഒന്ന് വരണേ നീ എന്നെ വാ. രക്ഷിക്കണേ അയ്യോ ആരെങ്കിലും എന്താ വരണേ ചേട്ടാ പറ്റിയത് ചേട്ടാ? അയ്യോ 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 അച്ഛാ ഒന്ന് വരണേ. ആരെങ്കിലും ഒന്ന് വരണേ. എന്താ പറ്റിയത് ചേട്ടാ, അയ്യോ ആരെങ്കിലും വരണേ ആരെങ്കിലും വരണേ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അച്ഛാ 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 അമ്മേ, അച്ഛാ അയ്യോ. എനിക്ക് അച്ഛാ അമ്മേ, രേവതി രേവതി അയ്യോ. എന്താ രാഘവ എന്ത് പറ്റി വാ മെല്ലെ മെല്ലെ എഴുന്നേക്ക് വാ നമുക്ക് ആശുപത്രി പോവാം വാ ഈശ്വരാ, എന്താ പേടിക്കണ്ട. പറ്റിയേട്ടനെ ഈശ്വരാ, ഈശ്വരാ. ഒന്നുമില്ല അയ്യോ അയ്യോ അതൊക്കെ അയ്യോ ആ മെല്ലെ കേറ്. അമ്മേ, അയ്യോ കേറിയിരിക്കൂ. അമ്മേ, അയ്യോ ശരി അമ്മേ, രാവിലെ ഇത് വണ്ടി എടുക്ക് അയ്യോ. അമ്മേ, വേണ്ട. എങ്ങനെയുണ്ട് രാഘവൻ ചേട്ടന്? പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. മേജർ അറ്റാക്ക് ആയിരുന്നു. കൊണ്ടുപോയതുകൊണ്ട് ഭാഗ്യം. അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. കോവിഡ് വാക്സിൻ വിതരണം 16 മുതൽ പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 3 കോടി ആളുകൾക്കാണ് ആദ്യം വാക്സിൻ നൽകുക. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് PV അനൂപ് നൽകും. രേവതി വേഗം റെഡിയാവ്. എയർപോർട്ടിൽ നേരത്തെ പോകേണ്ടതാ. ഞാൻ റെഡിയാ. എടാ ദേ അത് മക്കളെ, കുത്തിക്കൊണ്ടിരിക്കുക. വേഗം ഒന്ന് റെഡിയായേ. ഡാഡി നമ്മുടെ മിക്കീനെ എന്ത് ചെയ്യും? ഓ അക്കാര്യം മറന്നേ മോളെ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ചന്ദ്രകുമാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ആ ഹലോ ചന്ദ്രയല്ലേ? ഇത് ഞാനാ. ഞങ്ങളുടെ പട്ടിക്കുട്ടിയെ നോക്കാൻ ഒരാളിനെ വേണമല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം. തീർച്ചയായും ഞാൻ ദേ വരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ശരി, എത്രയും പെട്ടെന്ന് വേണേ. എയർപോർട്ടിൽ പോകാനുള്ളതാ. ഓക്കെ എന്നാ പോകാം. ഓക്കെ ഓക്കെ പോവാം. അതെടുക്ക് വാ. വാ. ശരി എന്നാ. മോളെ നീങ്ങിയിരിക്കേ. ആ എന്നാ ചന്ദ്ര ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി ആയിക്കോട്ടെ. എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. നമ്മുടെ ടീമിനെ ആരെയും കണ്ടില്ലല്ലോ. അവർ അറിഞ്ഞു കാണില്ല. എന്നാ ശരി രാഘവ. ആ, എന്താടാ അയ്യേ പോട്ടടാ. ഞാനല്ലേടാ. ക്ഷമിക്കടാ. ശരി എന്നാ ഇവിടെ കാണാം. മോനെ, എന്താ രാഘവേട്ടാ? വിരോധമില്ലെങ്കിൽ പട്ടിക്കുട്ടി എനിക്ക് തന്നേക്കാമോ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവരോട് ചെയ്ത പൊറുക്കാത്ത തെറ്റിന് എനിക്ക് പ്രാശ്ചിത്തം ചെയ്യണം. രാഘവേട്ടാ, ഇവിടുത്തെ പട്ടിക്കുട്ടിയെ ഒരുപാട് മോഹിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ രാഘവേട്ടൻ ചോദിക്കുമ്പോൾ എങ്ങനെയാ ഞാൻ തരില്ലെന്ന് പറയണത്? എന്നാ പോട്ടെ രാഘവേട്ടാ. ശരി.